ബയോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ മത്സര പരീക്ഷകളിലെയും ഉറപ്പായ ചോദ്യഭാഗമാണ് ഹോർമോൺ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ ഡിസോർഡേഴ്സ്. നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഭാഗമാണിത്. ഈ ഭാഗത്തു നിന്നും മികച്ച ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ. മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് CUET, HSA, UPSTA, കേട്ടറ്റ് തുടങ്ങി ഏത് തരം മത്സര പരീക്ഷകൾക്കും ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. ബയോടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ നിന്ന് തന്നെ പഠിച്ച് ഉറപ്പിച്ച് പോകണം. ഒന്നാമത്തെ ചോദ്യം: അമിതമായ ദാഹം, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, കൂടിയ വിശപ്പുണ്ടായിട്ടും ശരീരഭാരം കുറയുന്നത് എന്നിവ ഒരു രോഗിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ഏത് ഹോർമോൺ തകരാറിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൈപ്പോതൈറോയിഡിസം, കുഷിംഗ് സിൻഡ്രോം, പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, അക്രോമെഗാലി. ഉത്തരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രമേഹമാണ് അഥവാ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അറിയാമല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അഡിസൺസ് രോഗത്തിൽ പ്രാഥമികമായി ബാധിക്കപ്പെടുന്ന എൻഡോക്രൈൻ ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അഡിസൺസ് ഡിസീസ് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനക്കുറവ് മൂലമുണ്ടാവുന്നതാണ് എന്നറിയാലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗ്രേവ്സ് ഡിസീസ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാവുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഗ്രേവ്സ് രോഗത്തിൻ്റെ ഒരു സാധാരണ ക്ലിനിക്കൽ ലക്ഷണം താഴെ പറയുന്നവയിൽ ഏതാണ്? ബ്രാഡികാർഡിയ അഥവാ ഹൃദയമിടിപ്പ് കുറയുന്നത്, എക്സോഫ്താൽമോസ് അല്ലെങ്കിൽ എക്സോഫ്താൽമിക് ഗോയിറ്റർ അതായത് കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നത്, C ശരീരഭാരം കൂടുന്നത്, D തണുപ്പ് സഹിക്കാൻ കഴിയുക. ഓർക്കുക, ഉത്തരം എക്സോഫ്താൽമോസ് ആണ്. അതായത് കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നതാണ് ഗ്രേവ്സ് ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അടുത്ത ചോദ്യം: പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് നിന്ന് ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിൻ്റെ അഥവാ ADHൻ്റെ ഉൽപ്പാദനം കുറയുന്നത് ഏത് അവസ്ഥയിലേക്ക് നയിക്കുന്നു? സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഹൈപ്പർ പാരാതൈറോയിഡിസം, ഹൈപ്പോ ആൽഡോസ്റ്റിറോണിസം. ശരിയായ ഉത്തരം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ADHന് വാസോപ്രസിൻ എന്നും പേരുണ്ട്. അമിതമായി ജലം പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. മറക്കരുത് ADHൻ്റെ അഭാവം. അടുത്ത ചോദ്യം: സ്ത്രീകളിലെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം PCOS ഏത് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൈറോയിഡ് ഹോർമോണുകൾ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, ആൻഡ്രോജനുകൾ അഥവാ പുരുഷ ഹോർമോണുകൾ, വളർച്ചാ ഹോർമോണും പ്രൊലാക്റ്റിനും. ഓർക്കുക, സ്ത്രീകളിൽ ആൻഡ്രോജനുകളുടെ അളവ് കൂടുമ്പോഴാണ് PCOS പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അടുത്ത ചോദ്യം: പാരാതൈറോയ്ഡ് ഹോർമോൺ അഥവാ PTH ആവശ്യത്തിന് ഇല്ലാത്ത ഹൈപ്പോ പാരാതൈറോയിഡിസം താഴെ പറയുന്നവയിൽ ഏത് ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു? ഏതാണ്? ഓപ്ഷനുകൾ പറയാം. ഹൈപ്പർ കാൽഷ്യമീയ, ഹൈപ്പോകലീമിയ, ഹൈപ്പോ കാൽഷ്യമീയ, ഹൈപ്പർ നാട്രീമിയ. ഹൈപ്പർ കാൽഷ്യമീയ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കൂടുന്നതാണ്. ഹൈപ്പോകലീമിയ പൊട്ടാഷ്യം കുറയുന്നതാണ്. ഹൈപ്പോ കാൽഷ്യമീയ കാൽഷ്യം കുറയുന്നതാണ്. ഹൈപ്പർ നാട്രീമിയ സോഡിയം കൂടുന്നതാണ്. ഉത്തരം ഹൈപ്പോ കാൽഷ്യമീയ, കാൽഷ്യം കുറയുകയാണ് ചെയ്യുക. ഇത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മറ്റു ഭാഗങ്ങൾ ചെയ്യാൻ എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട. ഇനി അടുത്തത്: അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വലിപ്പം വർദ്ധിക്കുന്ന അവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഗ്രേവ്സ് ഡിസീസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, എൻഡമിക് ഗോയിറ്റർ, തൈറോയിഡ് അഡിനോമ. ഓർക്കുക, എൻഡമിക് ഗോയിറ്റർ അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ ആണ് അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം. അടുത്ത ചോദ്യം: അമിതമായി കോർട്ടിസോൾ കൂടുന്നത് കാരണം മൂൺ ഫേസ് അല്ലെങ്കിൽ ചന്ദ്രനെ പോലെയുള്ള മുഖമൊക്കെ വരുന്ന, അമിതവണ്ണമൊക്കെ വരുന്ന സവിശേഷമായ അവസ്ഥ ഏതാണ്? അഡിസൺസ് ഡിസീസ്, ഗ്രേവ്സ് ഡിസീസ്, കുഷിംഗ് സിൻഡ്രോം, മിക്സെഡിമ. ഓർക്കുക, ഇത് കുഷിംഗ് സിൻഡ്രോമാണ്. ഇനി അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഏതാണ്? ഗ്രേവ്സ് ഡിസീസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ടൈപ്പ് 1 പ്രമേഹം, അഡിസൺസ് രോഗം. ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഹാഷിമോട്ടോസ് ഡിസീസാണ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. മറക്കരുതേ. അടുത്ത ചോദ്യം: രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിൽ ഗ്ലൂക്കഗോണിൻ്റെ പ്രധാന പങ്ക് എന്താണ്? എ. കോശങ്ങളിലെ ഗ്ലൂക്കോസ് ആഗിരണം പ്രോത്സാഹിപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുക. ഗ്ലൈക്കോജനോലൈസിസ്, ഗ്ലൂക്കോനിയോജനസിസ് എന്നിവയെ ഉത്തേജിപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിപ്പിക്കുക. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സംഭരിക്കുക. പാങ്ക്രിയാറ്റിക് ബീറ്റ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ സ്രവണം പ്രോത്സാഹിപ്പിക്കുക. ഏതാണ് നിങ്ങളുടെ ഉത്തരം? ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ അല്ലേ?
അപ്പോൾ ഗ്ലൈക്കോജനോലൈസിസ്, ഗ്ലൂക്കോനിയോജനസിസ് എന്നിവയെ ഉത്തേജിപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും. അടുത്ത ചോദ്യം, സമ്മർദ്ദത്തോട് പ്രതികരിച്ച് അഡ്രിനൽ മെഡുല്ല പ്രധാനമായും ഏത് ഹോർമോണുകളാണ് സ്രവിക്കുന്നത്? എ കോർട്ടിസോളും ആൾഡോസ്റ്ററോണും, ബി അഡ്രിനാലിനും നോറഡ്രിനാലിനും, അതായത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും, ഇസ്ട്രജനും പ്രൊജസ്റ്ററോണും, ഗ്ലൂക്കഗോണും സൊമാറ്റോസ്റ്റാറ്റിനും. ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡാണ്. ഓട്ടോമാറ്റിക്കലി അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിനും നോറഡ്രിനാലിൻ അഥവാ നോറെപ്പിനെഫ്രിനും. അടുത്ത ചോദ്യം, ടൈപ്പ് 1 പ്രമേഹത്തിന് പിന്നിലെ സാധാരണ കാരണം എന്താണ്? ടാർഗറ്റ് കോശങ്ങളിൽ ഇൻസുലിൻ പ്രതിരോധം, പാങ്ക്രിയാറ്റ് ബീറ്റ കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം, പാങ്ക്രിയാസ് അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ഭക്ഷണ ഘടകങ്ങളും ഉദാസീനമായ ജീവിത ശൈലിയും. ഉത്തരം അറിയാലോ, പാങ്ക്രിയാസിലെ ബീറ്റ കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശമാണ് ടൈപ്പ് 1 പ്രമേഹത്തിലെ ഒരു സാധാരണ കാരണം. അടുത്ത ചോദ്യം, വളർച്ചാ ഹോർമോൺ അഥവാ GH അമിതമായി സ്രവിക്കുന്നത് മൂലമുണ്ടാകുന്ന അക്രോമെഗലി എന്ന രോഗം ഏത് സവിശേഷതകളാൽ അറിയപ്പെടുന്നു? വാമനത്വം അല്ലെങ്കിൽ ഡാർഫിസവും, വൈകിയുള്ള പ്രായപൂർത്തിയാവലും, മുതിർന്നവരിൽ കൈകൾ, കാലുകൾ, മുഖം എന്നിവയുടെ അസാധാരണമായ വളർച്ച, കുട്ടികളിൽ ഗുരുതരമായ ശരീരഭാരം കുറയലും പേശീക്ഷയവും, പ്രായമായവരിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും ഒടിവുകൾക്കുള്ള സാധ്യത കൂടുകയും ചെയ്യുക. ഓർക്കുക, അക്രോമെഗാലി ഉള്ള ആൾക്കാരിൽ, മുതിർന്നവരിൽ കൈകൾ, കാലുകൾ, മുഖം എന്നിവയുടെ അസാധാരണ വളർച്ചയും രൂപമാറ്റവുമൊക്കെയാണ് നടക്കുക. അടുത്ത ചോദ്യം, കോർട്ടിസോൾ, ആൾഡോസ്റ്ററോൺ എന്നിവയുടെ കുറവ് മൂലമുണ്ടാകുന്ന ക്ഷീണം, ശരീരഭാരം കുറയൽ, കുറഞ്ഞ രക്തസമ്മർദ്ദം, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കറുപ്പ് നിറം വരിക എന്നിവ പോലുള്ള ലക്ഷണങ്ങൾ ഏത് രോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? കുഷിംഗ് സിൻഡ്രോം, ഗ്രേവ്സ് ഡിസീസ്, അഡിസൺസ് രോഗം, ഹൈപ്പോപിറ്റ്യൂട്ടറിസം. അഡിസൺസ് ഡിസീസാണ് ഉത്തരം. കോർട്ടിസോളിൻ്റെയും ആൾഡോസ്റ്ററോണിൻ്റെയും ഒക്കെ കുറവ് കൊണ്ടുവരുന്നത് അഡിസൺസ് ഡിസീസാണ്. അടുത്ത ചോദ്യം, അമിത കോർട്ടിസോൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? അഡിസൺസ് രോഗം, കുഷിംഗ് സിൻഡ്രോം, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഉത്തരം കുഷിംഗ് സിൻഡ്രോം. മറക്കരുത്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, മുതിർന്നവരിൽ തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ? ഹൈപ്പർ തൈറോയിഡിസം, മിക്സെഡിമ, ഗ്രേവ്സ് ഡിസീസ്, അക്രോമെഗലി. അറിയാമെന്ന് വിചാരിക്കുന്നു. മിക്സെഡിമയാണ് മുതിർന്നവരിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ വരുന്ന അസുഖം. അടുത്ത ചോദ്യം, ശിശുവിന് വളർച്ച കുറയുകയും മാനസിക വൈകല്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന രോഗം? ഭീമാകാരത്വം, വാമനത്വം, ക്രിട്ടിനിസം, അക്രോമെഗലി. ഉത്തരം ക്രിട്ടിനിസമാണ്. തൈറോയ്ഡ് കുറയുമ്പോഴാണ് മാനസികവും ശാരീരികവുമായ വളർച്ച കുറയുന്നത്. ഈ അസുഖത്തിന് നമ്മൾ ക്രിട്ടിനിസം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ടെറ്റനി അല്ലെങ്കിൽ പേശി വലിവ് കാൽഷ്യം കുറവ് മൂലമുണ്ടാകുന്ന ഹോർമോൺ വൈകല്യമാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈപ്പർ പാരാതൈറോയിഡിസം, ഹൈപ്പോ പാരാതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, കുഷിംഗ് സിൻഡ്രോം. ഉത്തരം ബി ആണ്, ഹൈപ്പോ പാരാതൈറോയിഡിസം. പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ അത് ഹൈപ്പോ കാൽഷ്യമീയയ്ക്കും ടെറ്റനിക്കും കാരണമാവുന്നു. അടുത്ത ചോദ്യം, കോൺ സിൻഡ്രോമിൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? ഹൈപ്പർ കലീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, രക്താതിമർദ്ദം അതായത് അമിത രക്തസമ്മർദ്ദം, ഹൈപ്പോ കാൽഷ്യമീയ. ഉത്തരം രക്താതിമർദ്ദം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം. അമിതമായി ആൾഡോസ്റ്ററോൺ സ്രവിക്കുന്ന അവസ്ഥയാണ് കോൺ സിൻഡ്രോം. ഇതുമൂലം ഹൈപ്പർ ടെൻഷനും ഹൈപ്പോകലീമിയയും ഉണ്ടാകുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മറ്റു പാഠഭാഗങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന പാഠഭാഗങ്ങൾ തീർച്ചയായും നമുക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.